എല്ലാവർക്കും ഷങ്സ് ആൻഡ് ഫ്യൂലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രെഡ് സാൻഡ്വിച്ചാണ്. ഇത് കുട്ടികൾക്കൊക്കെ ലഞ്ചിന് കൊടുത്തുവിടാൻ പറ്റിയ ഒരു സാൻഡ്വിച്ചാണ്. അപ്പോൾ നമുക്കത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെ ബ്രെഡ് ആവശ്യത്തിന്, പിന്നെ ഒരു ഫുൾ സവാള അരിഞ്ഞത് ചെറുതായി അരിഞ്ഞത്, ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, എല്ലാം ഒരു കപ്പ് ഇതാണ് ഞാൻ എടുത്തേക്കുന്നത്. ഒരു കപ്പ് തന്നെ വെള്ളരിക്ക, കുക്കുംബർ, സാധാരണ നമ്മുടെ കുക്കുംബർ, സാലഡ് കുക്കുംബർ ഒരു കപ്പ് തന്നെ, പച്ചമുളക് ആവശ്യത്തിന്, കുട്ടികൾക്ക് എരിവിൽ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാം. പിന്നെ ക്യാപ്സിക്കം, ഇതെല്ലാം ഒരു 1 കപ്പ് എടുക്കുമ്പോൾ ക്യാപ്സിക്കം ഒരു 1/2 കപ്പ്. മയോണൈസ് ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ്, ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. വളരെ എളുപ്പത്തിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു മയോണൈസ് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും. അത് ഒരു കപ്പ് തന്നെ എടുത്തിട്ടുണ്ട്. സോസ് ആവശ്യത്തിന്, ടൊമാറ്റോ സോസാണ്, കെച്ചപ്പ്, പിന്നെ ഇറ്റാലിയൻ സീസൺ ഉണ്ടെങ്കിൽ അതെടുക്കാം, അല്ലെങ്കിൽ ഗരം മസാല ആണെങ്കിൽ നമുക്ക് ഗരം മസാല വെച്ചിട്ടാണെങ്കിലും റീപ്ലേസ് ചെയ്യാം, ഒരു ചെറിയൊരു മസാല ഫ്ലേവറിന് മാത്രമായിട്ട്. പിന്നെ ബട്ടർ നമുക്ക് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് ബട്ടർ എടുത്തേക്കുന്നത്, അല്ലാതെ ബട്ടർ വേറെ എവിടെ യൂസ് ചെയ്യുന്നില്ല. നമ്മളൊന്ന് ടോസ്റ്റ് ചെയ്യാൻ നേരത്ത് മാത്രം ബ്രെഡിൽ തടവാനായിട്ട് ബട്ടർ. ഇതിപ്പം ഫസ്റ്റ് നമുക്ക് ഇനി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു പാത്രത്തിലേക്ക് ഞാൻ എല്ലാ വെജിറ്റബിൾസും അങ്ങോട്ട് മിക്സ് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞ എളുപ്പത്തിൽ ഉണ്ടാക്കാനായിട്ട് ഇതെല്ലാം വെജിറ്റബിൾസും അങ്ങോട്ട് ഫസ്റ്റ് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ നമ്മൾ വലിയവർക്കും കുട്ടികൾക്കും കൂടി ഉണ്ടാക്കുമ്പോൾ ഈ മിക്സ് ആദ്യം തന്നെ എടുത്ത് മാറ്റാം. അത് കഴിഞ്ഞിട്ട് പിന്നീട് പച്ചമുളക് ആഡ് ചെയ്താൽ മതി. ഞാൻ എല്ലാ വെജിറ്റബിൾസും കൂടി ഇതിനകത്ത് മിക്സ് ചെയ്യാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഏറ്റവും അവസാനം നമ്മൾ ബ്രെഡിലേക്ക് ഇത് വെട്ടാൻ നേരത്ത് മാത്രം ഉപ്പിട്ടാൽ മതി. അതിന് മുമ്പ് ഉപ്പിടരുത്, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തുനിന്ന് വെള്ളം ഒലിച്ചു തുടങ്ങും. അപ്പോൾ നമുക്ക് എല്ലാം ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് മാത്രം ഉപ്പിട്ട് കൊടുത്താൽ മതി. കാരണം നമുക്ക് വെള്ളരിക്കയിലൊക്കെ എല്ലാ പച്ചക്കറിയിലും ചെറിയൊരു വെള്ളമുണ്ട്. ഇതെല്ലാം പച്ചയ്ക്കാണ് എടുത്തേക്കുന്നത്, ഒന്നും വേവിച്ചതൊന്നുമല്ല. അപ്പോൾ വെള്ളമൊന്നും ഒന്നിൻ്റെയും വലിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും അവസാനം മാത്രം വെള്ളം ഇട്ട് കൊടുത്താൽ മതി. ഇതിലേക്ക് ഇത്തിരി സീസണിങ്, ഇത് നമുക്ക് റീപ്ലേസ് ചെയ്യണമെങ്കിൽ റീപ്ലേസ് ചെയ്യാം. നമ്മുടെ വീട്ടിലെ ഗരം മസാല യൂസ് ചെയ്താൽ മതി, ഒരു ചെറിയ മസാല ഫ്ലേവറിന് മാത്രമായിട്ട് അത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ചേർക്കണമെങ്കിൽ നമുക്ക് അവസാനം ചേർക്കാം. ഉപ്പ് നിർബന്ധമുള്ള കാര്യമല്ല കേട്ടോ, എല്ലാവർക്കും ഉപ്പ് വേണമെന്നുണ്ടാവില്ല. കാരണം ബ്രെഡിനൊക്കെ ഓൾറെഡി ഉപ്പുണ്ട്, നമ്മുടെ മയണൈസിന് ഉപ്പുണ്ട്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിനു മുമ്പ് തന്നെ നിങ്ങൾ ആദ്യം ഒരു നമ്മുടെ സാധാരണ ചപ്പാത്തിയുടെ കല്ലുണ്ടെങ്കിൽ അത് ചൂടാക്കാൻ വെച്ചേക്കുക. ഇപ്പം നമുക്കിതിലേക്ക് ഒന്നല്ലെങ്കിൽ ഈ മയണൈസും സോസും കൂടി കൂട്ടി ഒരുമിച്ച് ഒരു ബ്രെഡിൽ മാത്രമായിട്ട് തേച്ചാലും മതി. അല്ലെന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ മയോണൈസ് തേച്ച് കൊടുക്കാം, മറ്റേ സൈഡിൽ നമുക്ക് സോസ് തേച്ച് കൊടുക്കാം. ഒരു സൈഡിൽ മയോണൈസ് തേച്ച് കൊടുക്കുക, മറ്റേ സൈഡിൽ സോസ് തേച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നതാണെങ്കിൽ ഹെൽത്തിയാണ്, നമുക്ക് വേറെ പ്രിസർവേറ്റീവ്സിൻ്റെ പേടിയൊന്നും വേണ്ട. ഇനി ഇതിലേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യുകയാണ് ഞാൻ. ഇത് നിറച്ച് ഫില്ലിങ്സ് ആയിട്ടുണ്ട്. ഇത് വെച്ച് അടച്ചിട്ട് ഇനി എങ്ങനെ ടോസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. 2 ഇതുപോലെ ആക്കി എടുത്തിട്ട് ടോസ്റ്റ് ചെയ്യണം കാണിച്ചു തരാം. നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ ചപ്പാത്തിക്കല്ലൊന്ന് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ജസ്റ്റ് ഒന്ന് ബട്ടർ തടവി കൊടുക്കുക. എന്നിട്ട് ഈ ബ്രെഡ് അതിൻ്റെ മുകളിലേക്ക് പ്ലേസ് ചെയ്യുക. ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നതായിരിക്കും, പക്ഷേ ഒരു മെത്തേഡ് പറയണത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, സാധാരണ ഇങ്ങനെ ഇത് സ്കൂളിലേക്ക് കൊടുത്തു വിടുമ്പോൾ അകത്തുനിന്ന് ഫില്ലിങ്ങും പുറത്തേക്ക് പോകും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിങ്ങനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ മുകളിലേക്കൊരു ദോശക്കല്ല് തിരിച്ച് വെച്ച് കൊടുക്കുകയാണ്. കൈ കൊള്ളാതെ സൂക്ഷിക്കുക, തിരിച്ച് വെച്ച് കൊടുക്കുക. ഇനി ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. വല്ലാതെ തീ വയ്ക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും. മീഡിയം ഫ്ലെയിം അല്ലെങ്കിൽ ലോ ഫ്ലെയിം ആണെങ്കിലും കുഴപ്പമില്ല. കല്ല് വല്ലാതെ ചൂടായി കഴിഞ്ഞാൽ ബ്രെഡ് കരിഞ്ഞു പോവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഒരു 2 മിനിറ്റിനടുത്തായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കല്ലിന് ചൂടാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ എന്തായാലും എടുത്ത് നോക്കണം, തുറന്ന് നോക്കണം. അപ്പോൾ മീഡിയം വളരെ ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പോൾ തിരിച്ചിടുമ്പോൾ ഒന്നും അകത്തുള്ള ഫില്ലിംഗ് ഒന്നും പോയിട്ടില്ല.
മറ്റുള്ള ഫില്ലിങ്ങൊക്കെ നമുക്ക് അങ്ങനെ തന്നെ ഉണ്ട്. ഇതുപോലെ തന്നെ ഇത് തിരിച്ചിട്ടിട്ട് ഇതുപോലെ തന്നെ മറ്റേ സൈഡും ഒന്നും കൂടി ഉപയോഗിക്കണവരെ. ഈ കല്ലിപ്പം മുട്ടാത്തതുകൊണ്ട് ഈ കല്ലിന് മുകളിലത്തെ കല്ലിന് നമുക്ക് ചൂടുണ്ടാവില്ല. ഇപ്പോൾ ഏതെങ്കിലും സൈഡ് മുട്ടിയിട്ടുണ്ടെങ്കിൽ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, കൈ പൊള്ളും. അപ്പോൾ ഈ സൈഡ് ഇപ്പോൾ നമ്മുടെ ബ്രെഡ് ഒരു സാൻഡ്വിച്ചായിട്ട് ഇടയിലിരിക്കണോണ്ട് അതിന് ഇപ്പോൾ ഒട്ടും ചൂടില്ലാത്ത എനിക്ക് കൈ കൊണ്ട് എടുക്കാൻ പറ്റണത്. അതുകൊണ്ടാണ് നിങ്ങളത് ശ്രദ്ധിച്ച് ചെയ്യുക. പിന്നെയും 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതൊന്നും കൂടി എടുത്ത് നോക്കുകയാണ്. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഫില്ലിംഗ് ഒന്നും ഒരിക്കലും പുറത്ത് പോകില്ല. അപ്പോൾ നമുക്ക് സ്കൂളിലേക്ക് കുട്ടികൾക്ക് കൊടുത്തയക്കാനായിട്ട് ധൈര്യമായിട്ട് കൊടുത്തയക്കാം. അവർ മേത്തൊന്നും ആക്കുകയൊന്നുമില്ല. വീട്ടിലാണെങ്കിൽ തന്നെ നമുക്ക് കഴിക്കാൻ നല്ല എളുപ്പമാണ്. ഇപ്പോൾ ഫില്ലിംഗ് നമുക്ക് കൈ കൊണ്ട് എടുക്കാം. ചൂടുണ്ട്. നമ്മുടെ ബ്രെഡ് സാൻഡ്വിച്ച് റെഡിയാണ്. വളരെ ഹെൽത്തിയാണ്. അകത്ത് യൂസ് ചെയ്തിരിക്കുന്ന മയോണൈസ് ഹോം മെയ്ഡാണ്. പിന്നെ സോസ് ആണെങ്കിലും പറ്റുന്നത് നമ്മുടെ വീട്ടിലുണ്ടാക്കിയതാണെങ്കിൽ നമുക്കത് ഹെൽത്തി ആയിട്ട് തന്നെ യൂസ് ചെയ്യാം. ബാക്കിയെല്ലാം വെജിറ്റബിൾസാണ്. അപ്പോൾ എന്താണെങ്കിലും കുട്ടികൾക്ക് ഇതുണ്ടാക്കി കൊടുക്കുക. വലിയവർക്കാണെങ്കിലും കുറച്ചും കൂടി പച്ചമുളക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഒരു സ്പൈസി ആയിട്ടുള്ളത് കിട്ടും. അപ്പോൾ എന്താണെങ്കിലും എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്യാം. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.